നമസ്കാരം, നിഖിലാണ്. നാടൻ ചായയുടെ എല്ലാ പ്രേക്ഷകർക്കും ലോകകപ്പ് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇനി വരാനിരിക്കുന്ന ഒരു 39 ദിനരാത്രങ്ങൾ ലോകം ഒരു ഫുട്ബോളായി ചുരുങ്ങുകയാണല്ലേ. നമുക്കൊക്കെ അറിയാം, ഒരു 4 വർഷത്തെ കാത്തിരിപ്പാണ്. അതിനുശേഷമാണ് ഒരു ലോകകപ്പിന് വേണ്ടി ഒരുങ്ങുന്നത്. 2022 ഖത്തറിൽ ലുസൈൽ സ്റ്റേഡിയത്തിൽ ലയണൽ മെസ്സിയും സംഘവും കിരീടമുയർത്തി അന്ന് തിരശ്ശീല വീണു. അതിന് വീണ്ടും അരങ്ങുണരുകയാണ്. ഈ ഒരു പുതിയ ലോകകപ്പ്, ഈ ഒരു പുതിയ എഡിഷൻ, ഈ 2026 ലോകകപ്പ് നടക്കുന്നത് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ 3 രാജ്യങ്ങളിൽ ചേർന്നിട്ടാണ്. കഴിഞ്ഞ തവണത്തതിൽ നിന്നും അല്ലെങ്കിൽ ഇതുവരെ നടന്നതിൽ നിന്നുമൊക്കെ ഒട്ടനവധി വ്യത്യാസങ്ങൾ, വ്യത്യസ്തതകൾ, പുതിയ മാറ്റങ്ങൾ, ചരിത്രപരമായ തീരുമാനങ്ങളൊക്കെ കൊണ്ട് പ്രത്യേകതയുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായൊരു ലോകകപ്പാണ് ഈ നടക്കാനിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. അതെന്തൊക്കെയെന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടീമുകളുടെ എണ്ണം തന്നെയാണ്. കഴിഞ്ഞ ലോകകപ്പിൽ പന്ത് തട്ടിയത് 32 ടീമുകളായിരുന്നു പന്ത് തട്ടി. 32 ടീമുകളിൽ നിന്ന് പ്രീ ക്വാർട്ടറും ക്വാർട്ടറും സെമിയും ഒക്കെ കടന്ന് ഫൈനലിലേക്ക് എത്തി അവിടെ അർജൻറ്റീന കിരീടം ചൂടുകയായിരുന്നുവെങ്കിൽ ഇത്തവണ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ആ 32 എന്നുള്ളത് 48 ടീമുകളാക്കി ഉയർത്തിയിട്ടുണ്ട്. അതാണ് ഈ ഒരു ലോകകപ്പിൻ്റെ, ഈ 2026 ലോകകപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ 42 ടീമാകുമ്പോൾ മത്സരത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ മാറ്റം, വ്യത്യാസം ഒക്കെയുണ്ട്. കാരണം ഖത്തറിൽ നമ്മൾ കണ്ടതാണ് 30 താഴെ മാത്രം 28-29 ദിവസം മാത്രമായിരുന്നു മത്സരമെങ്കിൽ ഇത്തവണ അത് 39 ദിവസത്തിലേക്ക് മാറുകയാണ്. 39 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടമാണ്, അല്ലെങ്കിൽ ഒരു വലിയ ടൂർണമെൻറ്റാണ് നടക്കാൻ പോകുന്നത്. മത്സരങ്ങളുടെ എണ്ണം വന്നാൽ 104 മത്സരങ്ങളിലേക്ക് ഉയരും എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ തവണത്തിൽ നിന്നും എല്ലാ ടീമിനും ഓരോ മത്സരം വെച്ച് കൂടുതലായി ഇത്തവണ കളിക്കേണ്ടി വരും എന്നുള്ളൊരു വലിയ പ്രത്യേകതയാണ്. അപ്പോൾ കൂടുതൽ രാജ്യങ്ങൾക്ക് ഈ ഒരു ലോകകപ്പിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ ഫിഫ ലക്ഷ്യമിടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കാരണം നമ്മളൊക്കെ എപ്പോഴും ലോകകപ്പ് കാണുമ്പോൾ നമ്മളുടെ ഫേവറേറ്റ് ടീമുകൾ വളരെ വേഗത്തിൽ അല്ലെങ്കിൽ ആദ്യ റൗണ്ടിലൊക്കെ പുറത്താകുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി 4 ടീമുകളടങ്ങുന്ന 12 ഗ്രൂപ്പുകളാണുള്ളത്. അപ്പോൾ ഈ 12 ഗ്രൂപ്പുകളിൽ നിന്ന് ആദ്യ 2 സ്ഥാനങ്ങളിലുള്ള ടീമുകൾ റൗണ്ട് ഓഫ് 32 എന്ന പുതിയൊരു ഇതിന് രൂപം നൽകിയിട്ടുണ്ട്. അതായത് മുൻപ് പ്രീ ക്വാർട്ടർ ഘട്ടമായിരുന്നെങ്കിൽ റൗണ്ട് ഓഫ് 32 എന്നൊരു പുതിയ ഘട്ടം രൂപീകരിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു 48 നിന്നും 12 ഗ്രൂപ്പുകളിൽ നിന്നും ആദ്യ സ്ഥാനത്തെത്തുന്ന ടീമുകൾ, അതായത് 2 ടീമുകൾ വെച്ച് എത്തും, അങ്ങനെ 24 ടീമാകും. അതിനുശേഷം പിന്നെ ഒരു 8 ടീമുകൾ കൂടി വരും. അതായത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും സെലക്ട് ചെയ്തതിന് ശേഷം 8 ടീമുകൾ, വിവിധ ഗ്രൂപ്പുകളിൽ നിന്ന് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചക്കുന്ന 8 ടീമുകൾ കൂടി ഈ ഒരു റൗണ്ട് ഓഫ് 32 എത്തുന്നുണ്ട്. അപ്പം ഈ ആദ്യത്തേത് 24-ഉം ഈ 8-ഉം ചേർത്ത് 32 ടീമുകളാണ് ഈ റൗണ്ട് ഓഫ് 32 ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത, മുൻപ് ഗ്രൂപ്പ് ഘട്ടം കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്താകുന്നു. അങ്ങനെയെങ്കിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ നേരെ നോക്കൗട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ റൗണ്ട് ഓഫ് 32 ഉണ്ട്. അതുകൊണ്ട് പല ടീമുകൾക്കും, നന്നായി കളിക്കുന്ന ടീമുകൾക്ക് മുൻപായിരുന്നെങ്കിൽ ഒരു തോൽവി പോലും അത് ചിലപ്പോൾ പുറത്തേക്കുള്ള വഴി തുറക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഒപ്പം സമനിലകളൊക്കെ പിടിച്ചാലൊക്കെ ഈ റൗണ്ട് ഓഫ് 32 മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ടീമുകൾക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. റൗണ്ട് ഓഫ് 32 മുതൽ പിന്നെ അങ്ങോട്ട് സാധാരണ പോലെ പ്രീ ക്വാർട്ടറും ക്വാർട്ടറും ഒക്കെ കടന്ന് വീണ്ടും സെമി ഫൈനലും ഒക്കെ കടന്ന് പുതിയ ചാമ്പ്യന്മാരെ തീരുമാനിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. അപ്പം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമായി കണക്കാക്കുന്നത്. ഇനി മറ്റു ചില മാറ്റങ്ങൾ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, സാധാരണ നമ്മൾ ഫുട്ബോൾ മത്സരങ്ങൾ കാണുന്ന സമയത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ വിളിക്കുന്ന സമയത്ത് കളി വൈകിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അതായത് ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ആ ആൾ അവിടുന്ന് പതുക്കെ വന്ന് പുറത്തേക്ക് പോകുന്നു, പതുക്കെ അടുത്ത ആൾ അകത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അതിനൊരു കടിഞ്ഞാനിടുന്നുണ്ട്. കാരണം പലപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ മത്സരങ്ങൾ ചിലപ്പോൾ മത്സരത്തിൻ്റെ അവസാന മിനിറ്റുകളിൽ നിർണായകമാകുന്ന സമയം ചിലപ്പോൾ ഒരു ടീം മുന്നിൽ നിൽക്കുന്ന ടീം കളിയൊന്ന് വൈകിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ 10 സെക്കൻഡ്, അതായത് സബ്സ്റ്റിറ്റ്യൂഷന് വിളിച്ചു കഴിഞ്ഞാൽ, ഒരു പ്ലെയറിനെ പുറത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ 10 സെക്കൻഡിനുള്ളിൽ ആ പ്ലെയറിന് കളം വിടണം എന്നുള്ളതാണ്. അതായത് ഫീൽഡിൽ നിന്നും 10 മിനിറ്റിനുള്ളിൽ പുറത്തേക്ക് പോകണം എന്നുള്ളതാണ് പുതിയ ഫിഫയുടെ ഒരു റൂള്. ഈ 10 സെക്കൻഡിനുള്ളിൽ പോയില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അടുത്ത വരാനിരിക്കുന്ന താരത്തിന് 1 മിനിറ്റിന് ശേഷം മാത്രമേ കളിക്കാൻ സാധിക്കുള്ളൂ.
അതായത് ആ 1 മിനിറ്റ് നേരം 10 താരങ്ങൾ മാത്രം 10 പ്ലേയേഴ്സ് മാത്രമായിട്ട് കളിക്കേണ്ടി വരും എന്നുള്ളതാണ് ഫിഫയുടെ ഏറ്റവും വലിയൊരു തീരുമാനം. ഇതേപോലെ തന്നെ കളി വൈകിപ്പിക്കുന്ന പല തീരുമാനങ്ങളുണ്ട്. അതിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് വൈകിപ്പിക്കുന്ന പല തീരുമാനങ്ങൾ അല്ലെങ്കിൽ ടീമുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നതുണ്ട്. അപ്പോൾ അതിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും മറ്റൊന്ന് ത്രോയിനിലടക്കം കോർണറിൽ ഇങ്ങനെയൊക്കെ സമയം അനാവശ്യമായി ടീമുകൾ മനഃപൂർവ്വം സമയം കളയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിലൊക്കെ ഫിഫ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യം, വളരെ മികച്ചൊരു കാര്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. അപ്പോൾ അങ്ങനെ അനാവശ്യമായി സമയം കളയുന്ന ആ ഒരു സാഹചര്യം അത് ഒരു മാറ്റം കൊണ്ടുവന്നത് വളരെ നല്ലൊരു തീരുമാനമാണ്. ഇനി മറ്റൊന്ന് വാറിനെ സംബന്ധിച്ചാണ്. വീഡിയോ അസിസ്റ്റ് റെഫറി എന്നുള്ളതാണ് വാറിലും കുറച്ച് അപ്ഡേറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും വാർ ഉപയോഗിക്കുന്നത് ഗോൾ ചെക്ക് ചെയ്യാനൊക്കെയാണ്. പെനാൽറ്റിയിലേക്ക് വരുമ്പോഴാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വാറിന് കുറച്ച് അധിക കാര്യങ്ങൾ കൂടി നൽകിയിട്ടുണ്ട്. അതായത് ഫീൽഡിൽ നടക്കുന്ന കുറച്ചധികം കാര്യങ്ങളും കൂടി വാർ ചെക്ക് ചെയ്യാൻ ഉള്ള ഒരു തീരുമാനം. അത് ക്യാപ്റ്റനാണ്, ടീമിൻ്റെ ക്യാപ്റ്റനാണ് അത് റെഫറി എടുത്ത് വാറിന് അപ്പീൽ ചെയ്യേണ്ടത്. റെഫറി ഉടനെ തന്നെ റെഫറിക്ക് തോന്നിയാൽ, ഉചിതമെന്ന് തോന്നിയാൽ റെഫറി വാറിന് ശുപാർശ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്. മാറ്റങ്ങളിങ്ങനെ നിരവധിയുണ്ട്. പിന്നെ ഈ ഒരു ലോകകപ്പ് നമുക്കറിയാം, മെക്സിക്കോയിലും അമേരിക്കയിലും ഒക്കെ ആയിട്ട് നടക്കുന്ന ഈ ലോകകപ്പുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥ ഒരു വലിയ ഘടകം തന്നെയാണ് അല്ലേ. അപ്പോൾ ചൂട് ഭയങ്കരമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 3 മിനിറ്റ് ടീമുകൾക്ക് ഒരു ഡ്രിങ്ക്സ് ബ്രേക്ക് പോലെ ഒരു 3 മിനിറ്റ് സമയം അനുവദിക്കുന്നുണ്ട് മത്സരത്തിനിടയിൽ. താരങ്ങൾക്ക് വെള്ളം കുടിക്കാനും റീഫ്രഷ് ആവാനും ഒരു 3 മിനിറ്റാണുള്ളത്. അപ്പോൾ ഈ സമയത്ത് പരിശീലകർക്കും താരങ്ങൾക്കും തമ്മിൽ സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെയുള്ള അവസരവും ഉണ്ടാകും ഈ 3 മിനിറ്റിൽ എന്നുള്ളതും ശ്രദ്ധേയകരമായ കാര്യമാണ്. അപ്പോൾ അതൊരു പുതിയ ആഡ് ഓൺ ആണ് ഈ ഒരു ലോകകപ്പിലേക്ക് വരുമ്പോൾ എന്നുള്ളതും ശ്രദ്ധേയമാണ്.